ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രാധേശ്യാം ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഭഗവത്ഗീത അധ്യായം 12 13-14 ശ്ലോകത്തിൻ്റെ അർത്ഥവുമായിട്ടാണ്. അപ്പോൾ 13ാമത്തെ ശ്ലോകം നോക്കാം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖ ക്ഷമി. അടുത്തത് 14ാമത്തെ ശ്ലോകമാണ് പറയാൻ പോകുന്നത്. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയ. മാത്സര്യം കൂടാതെ സർവ്വജീവസത്തകൾക്കും സുഹൃത്തായി, ഒന്നിലും അവകാശബോധവും മിഥ്യാഹങ്കാരവുമില്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനായും നിയന്ത്രിതാത്മാവായും മനസ്സും ബുദ്ധിയും എന്നിലുറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുത സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. ഇതിൻ്റെ ഭാവാർത്ഥം ഇങ്ങനെയാണ്. വിശുദ്ധമായ ഭക്തിയുത സേവനമെന്ന വിഷയത്തിൽ ഒരു ഭക്തൻ്റെ അതീന്ദ്രിയ ഗുണങ്ങളെ വിവരിക്കുകയാണിവിടെ കൃഷ്ണൻ. ഒരു വിശുദ്ധ ഭക്തൻ ഏതു പരിതസ്ഥിതിയിലും അസ്വസ്ഥനാവില്ല, ആരിലും ഈർഷ്യാലുവുമാവില്ല. അയാൾക്ക് തൻ്റെ ശത്രുവിനോടും വൈരമില്ല. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റുകൾ കൊണ്ടാവണം അയാൾക്ക് എന്നോട് വൈരമുണ്ടായത്. അതുകൊണ്ട് എതിർക്കുന്നതല്ല പൊറുക്കുന്നതാണിവിടെ ഉത്തമം എന്ന് അയാൾ ഓർക്കും. ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെ പറയുന്നു. തത് തേ നുകമ്പാം സുസമീക്ഷമാണോ ഭുഞ്ജാന ഏവാത്മകൃതം വിപാകം. ഭക്തന് ഏതെങ്കിലും ദുഃഖമോ കുഴപ്പമോ നേരിടുമ്പോൾ ഭഗവാൻ തന്നോട് കരുണ കാണിച്ചു എന്നായിരിക്കും അയാൾ ഓർക്കുന്നത്. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓർക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയധികം ക്ലേശങ്ങളാണ് എനിക്ക് നേരിടേണ്ടത്. ഭഗവത് കാരുണ്യത്താൽ എനിക്ക് കിട്ടിയ ശിക്ഷ എത്രയോ തുച്ഛമാണ്. കിട്ടേണ്ടുന്ന എല്ലാ ശിക്ഷയും എനിക്ക് കിട്ടാത്തത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടു തന്നെ. ഇങ്ങനെ ചിന്തിച്ച് എത്ര കടുത്ത ക്ലേശങ്ങൾ നേരിടുമ്പോഴും ഭക്തൻ ശാന്തനും സ്വസ്ഥനുമായിരിക്കും. ശത്രുക്കളോട് പോലും കനിവ് പുലർത്തുകയും ചെയ്യും. ശരീരത്തിന് സഹിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾക്കും വേദനകൾക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് നിർമ്മ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭക്തൻ ശരീരത്തെ തൻ്റേതായോ താനായോ കരുതുന്നില്ല. ഈ ഭൗതിക ദേഹമല്ല താനെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾക്ക് മിഥ്യാഹങ്കാരം ഉണ്ടാവാൻ വയ്യ. അങ്ങനെ സുഖദുഃഖങ്ങളിൽ സമനില പുലർത്തുന്നു. ക്ഷമാശാലിയായ ഭക്തൻ ഭഗവത് കാരുണ്യത്താൽ എന്ത് കൈവരുന്നുണ്ടോ അതുകൊണ്ട് സംതൃപ്തനാണ്. വളരെ പ്രയാസപ്പെട്ട് എന്തെങ്കിലും നേടാൻ ശ്രമിക്കാറില്ലാത്തതുകൊണ്ട് അയാൾ സദാ സന്തുഷ്ടനായിരിക്കുന്നു. ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ഒരു തികഞ്ഞ യോഗിയുമാണയാൾ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ദൃഢനിശ്ചയമുള്ളവനുമാണ്. മിഥ്യാവാദങ്ങൾക്ക് അയാളെ സ്വാധീനിക്കാനാവില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തിപൂർവകമായ സേവനത്തിൽ ഉറച്ച അദ്ദേഹത്തെ ആർക്കും വ്യതിചലിപ്പിക്കാൻ പറ്റില്ല. സനാതനനായ പ്രഭു കൃഷ്ണനാണെന്ന് ഭക്തന് പൂർണ്ണ ബോധമുണ്ട്. അതിനാൽ അയാളെ ആർക്കും അസ്വസ്ഥനാക്കാൻ സാധിക്കില്ല താനും. ഈ ഗുണങ്ങൾ വിശേഷങ്ങൾ എല്ലാം ഈ ഗുണവിശേഷങ്ങളെല്ലാം അയാളുടെ മനോബുദ്ധികളെ ഭഗവാനിൽ സ്ഥിരീകരിക്കാൻ സഹായിക്കുന്നു. ഈ നിലവാരത്തിലുള്ള ഭക്തിയുത സേവനം അസുലഭമാണ് എന്നതിൽ സംശയമില്ല. ഭക്തിയുത സേവനത്തിന് വേണ്ടുന്ന എല്ലാ വിധിപൂർവക നിബന്ധനകളും അനുസരിക്കുന്നതുകൊണ്ട് മാത്രം ഭക്തൻ ആ നില കൈവരിക്കുന്നു. കൂടാതെ അങ്ങനെയുള്ള ഭക്തൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നു. തികഞ്ഞ കൃഷ്ണാബോധത്തോടെ ചെയ്യുന്ന സകല കർമ്മങ്ങളിലും ഭഗവാൻ എപ്പോഴും സന്തുഷ്ടനാണ്. അപ്പോൾ ഈ ശ്ലോകത്തിലൂടെ കൃഷ്ണാബോധത്തിൻ്റെ ഗുണങ്ങൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ കൃഷ്ണാബോധമുണ്ടാവാൻ ഉള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കലാണ്.
ഇത് ജപിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു, മനോധൈര്യമുണ്ടാകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.